ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 7 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 7 എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 3 4 ഒക്കെ മതിയാവും. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല പോലെ കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് നല്ല പോലെ വേവിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇത് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. ഇതിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടില്ല. ഒരു അരക്കപ്പോളം വെള്ളം ഉണ്ടാവും. അതുകൂടെ ചേർത്താണ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അത്യാവശ്യം നല്ലൊരു മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു മണത്തിന് ഒരു 3 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതും കൂടെ കൈകൊണ്ട് തുടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയിൽ തയ്യാറാക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പോരാതെ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് പോരാതെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് പരുവം റെഡിയായി കിട്ടുന്നത്. ഒരുപാട് അങ്ങ് ലൂസും ആവരുത് ഈ ഒരു മാവ്, അതുപോലെ ഒരുപാട് അങ്ങ് ടൈറ്റും ആവരുത്. ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് പരുവം ഞാനിവിടെ ഒരു കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ പരുവം. മാവിന്റെ ഈ ഒരു പരുവം കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മൾ ചുട്ടെടുക്കുന്ന ആ ഒരു പലഹാരം കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. ഇനി ഇതുപോലെ കുറച്ച് കുഴിയുള്ള ഒരു അപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ വെള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. ഈ ഒരു വെള്ള എള്ളും തേങ്ങാക്കൊത്തും കൂടെ ഈ നെയ്യിൽ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു മണമാണ്. എന്നതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതേ ചട്ടിയിൽ തന്നെ ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയും നെയ്യും ഒന്നും തന്നെ യൂസ് ചെയ്യാതെ തന്നെ ചുട്ടെടുക്കണമെന്നുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിൽ ചുട്ടെടുക്കാം. ഞാനിവിടെ നെയ്യുടെ മണം കിട്ടാനും നെയ്യ് യൂസ് ചെയ്യുന്നതുകൊണ്ടുമാണ് ഇതുപോലെ ഇരുമ്പിന്റെ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുന്നത്. നെയ്യ് കൂടി ഉണ്ടെങ്കിലാണ് നല്ലൊരു മണവും ടേസ്റ്റും ഈ ഒരു പലഹാരത്തിന്. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ ദാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം ചുട്ടെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു തേങ്ങാക്കൊത്തും എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇതാ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ വേവിച്ചെടുത്തു. ഇതേപോലെ തന്നെ എല്ലാം വേവിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും നല്ല ഇഷ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.